നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, ഇവിടെന്താ ഒരു നിലവിളി കേട്ടെ? എനിക്കറിയില്ല. ദേ, അവളാ ശബ്ദം ഉണ്ടാക്കിയത്. നിനക്കെന്താ വട്ടു പിടിച്ചോ? ശരിക്കും നോക്ക്. ജതിൻ, എന്താ പ്രശ്നം? വായങ്ങോട്ട് നടക്ക്. ഏയ്, ഒന്നുമില്ല ആന്റി. വിവാഹം മുടങ്ങിയതിനു ശേഷം ഇവളിങ്ങനെയാ. വിശാലിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാ എപ്പോഴും ഇവളുടെ മനസ്സിൽ. നീ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ എടുക്കാം. ഏയ് വിഷ്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളില്ലേ? മാത്രമല്ല, ഇപ്പൊ ഇതെടുക്കേണ്ട ആവശ്യം എന്താ? അതവിടെ തന്നെ ഇരിക്കട്ടെ. അതിനെന്തെങ്കിലും ആവശ്യം കാണും. കണ്ടില്ലേ ഇലയൊക്കെ വാടിയിരിക്കുന്നത്? ഇതിപ്പോ ഞാൻ എടുത്തു കൊടുക്കുന്നതാണ് പ്രശ്നമെങ്കിലേ ആന്റി എന്നെ എടുത്തു കൊടുക്കും. ഞാനും നടന്നത് തന്നെ. ചെയ്യേയില്ല, ചെയ്യാനൊട്ട് സമ്മതിക്കുകയില്ല. അമേരിക്കയിലൊക്കെ അങ്ങനെയാ ബ്രോ. വൈക്കോൽ കൂനയിൽ നായ കിടക്കുന്നത് പോലെ പട്ടിയൊട്ട് തിന്നത്തുമില്ല, പശുവിനൊട്ട് തീറ്റിക്കത്തുമില്ല. അയ്യോ, വിശാൽ സർ. വിഷ്, വിഷ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്ന്. അയ്യോ വിശാൽ, നോക്കട്ടെ വിശാൽ സർ. കണ്ണിൽ ഊതി കൊടുക്ക പാർവതി. ആ, വേണ്ട വേണ്ട, ഞാൻ ഊതി കൊടുത്തോളാം. വിശാൽ നോക്കട്ടെ. ഓ, ഒന്ന് പതുക്കെ ഊത്. ഇങ്ങനെ ഊതിയാലേ കണ്ണിലെ കൃഷ്ണമണി വരെ തെറിച്ചു പോവുമല്ലോ. പോയോ? വല്ലാത്തൊരു ഇറിറ്റേഷൻ. പ്രതാപ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഞാനൊന്ന് നോക്കിക്കോട്ടെ. നീ ആരാ? ഐ സ്പെഷ്യലിസ്റ്റോ? ദേ, എല്ലാ കാര്യത്തിലും കയറി തലയിടുന്ന നിന്റെ ഈ സ്വഭാവം ഒന്ന് നിർത്തണം കേട്ടോ. മാറങ്ങോട്ട്. വിശാൽ സർ, വിശാൽ സർ നോക്കട്ടെ. കണ്ണടയ്ക്കല്ലേ വിശാൽ സർ. കുറച്ച് സമയമുള്ളൂ, ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ എങ്ങനെയുണ്ട് വിശാൽ സർ? പോയി, ആശ്വാസമുണ്ട്. വിശാൽ ബ്രോയുടെ കാര്യമാകുമ്പോ ആവേശം മൂത്ത് ഓടി വരുന്ന ചിലരുണ്ട് ഇവിടെ. എന്നാലോ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. അതിന് പാർവതി തന്നെ വേണേം താനും. പക്ഷെ പാർവതി എന്ത് ചെയ്താലും അത് കുറ്റം. ഇവരെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്ക എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പാ. ഡേഡി, അതിനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചാ പോരാ. ആ തിരുനട ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഇനി നീ എത്ര കണ്ട് മനമുരുകി പ്രാർത്ഥിച്ചാലും ഇവള് ഞങ്ങളുടെ കണ്ണിലെ കരട് തന്നെയാ. ഒരിടത്തൊരിടത്ത് ഒരമ്മയും മകനും ഉണ്ടായിരുന്നു. താരാട്ട് പാടി മകനെ ഉറക്കുന്ന അമ്മ, അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മകൻ. ഒരു പ്രഭാതത്തിൽ ആ അമ്മ ഉറക്കം ഉണർന്നില്ല.
ആ മകനെ തനിച്ചാക്കി അമ്മ സ്വർഗത്തിലേക്ക് പോയി. അമ്മയുടെ ഓർമ്മകളുമായി ആ മകൻ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മകന്റെ ബർത്ത്ഡേ അടുത്തപ്പോ സ്വർഗത്തിലുള്ള അമ്മയ്ക്ക് നല്ല വിഷമം. ഇതിനു മുമ്പുള്ള എല്ലാ ബർത്ത്ഡേക്കും ആ മകന് ആ അമ്മ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ജന്മദിനത്തിന് അതിന് കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് ആ അമ്മ തന്റെ സങ്കടം ദൈവത്തോട് പറഞ്ഞു. എന്നിട്ട് അപ്പോ ദൈവം പറഞ്ഞു, വഴിയുണ്ടാക്കാം. എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് ഞാനത് അവന് എത്തിച്ചു കൊടുക്കാന്ന്. പക്ഷേ എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ആ അമ്മ പറഞ്ഞു, അവന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കണമെന്ന്. അവൻ എന്റെ അടുത്ത് എത്തുന്നത് വരെ ആ ഗിഫ്റ്റ് നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന്, പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കണമെന്ന്. അങ്ങനൊരു ഗിഫ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവും. ദൈവത്തോടല്ലേ പറഞ്ഞത്? ദൈവത്തിന്റെ കയ്യില് എന്താ ഇല്ലാത്തെ? എന്നിട്ട് എന്ത് ഗിഫ്റ്റാ ദൈവം ആ മകന് കൊടുത്തത്? എന്തായിരിക്കും? എനിക്കറിയില്ല. എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഗിഫ്റ്റ് ആയിരിക്കും, അതുറപ്പാ. ആ ജന്മദിനത്തിന്റെ അന്ന് അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. പെൺകുട്ടി? എന്നിട്ട് എന്നിട്ട് അവസാനം ഈ കഥ എഴുതിയ ആള് പറയുന്നു, നിഷ്കളങ്കമായ സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഭാര്യയായി ആ പെൺകുട്ടി അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അതായിരുന്നു ദൈവം അവന് കൊടുത്ത പിറന്നാൾ സമ്മാനം. അത് സത്യമായിരിക്കോ? പാർവതിക്ക് എന്ത് തോന്നുന്നു? എനിക്കറിയില്ല. പക്ഷേ ഈ കഥയിൽ പറഞ്ഞ ഒരു കാര്യം സത്യം. സ്വർഗത്തിൽ പോയ അമ്മ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മകന് ഒരു സമ്മാനം കൊടുത്തയക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.